ഹലോ വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രിക്കാരൻ വൺസ് അഗെയിൻ. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തെർമോ ഡൈനാമിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്, ദാറ്റ് ഈസ് പ്രഷർ വോളിയം വർക്ക്. നമ്മൾ പ്രഷർ വോളിയം വർക്ക് തെർമോ ഡൈനാമിക്സിലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡീൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിലുപരിയായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തെർമോഡൈനാമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടേമാണ് പ്രഷർ വോളിയം വർക്ക്. പ്രഷർ വോളിയം വർക്ക്. ഇപ്പം ഇതിന് നമ്മൾക്ക് ഷോർട്ടായിട്ട് പി വി വർക്ക് എന്ന് വിളിക്കാം. പ്രഷർ വോളിയം വർക്ക് അല്ലെങ്കിൽ പി വി വർക്ക്. ഇപ്പോൾ ഞാൻ വർക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഫിസിക്സിൽ ഒരുപാട് വർക്കുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ നമ്മളുടെ പ്രഷർ വോളിയം വർക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ജനറലി വർക്ക് എന്താണെന്ന് പറയാം. സോ നിങ്ങളിപ്പം ഒരു മെക്കാനിക്കൽ വർക്ക് അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് മെക്കാനിക്കൽ വർക്കാണ്. ഈ മെക്കാനിക്കൽ വർക്ക് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് അല്ലേ, ഒരു ഒബ്ജക്റ്റ് നമ്മളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ ഒബ്ജക്റ്റിലേക്ക് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനൊരു ചെറിയ മൂവ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ ഞാൻ ആ മൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടി അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റൻസിറ്റി ടേമാണ്. എത്രയോ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു അതിനെ വിളിക്കുന്ന പേര് കപ്പാസിറ്റി ടേമാണ്. ആൻഡ് ദി ഫോഴ്സ് അപ്ലൈഡ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് വർക്ക് ഡൺ, ദാറ്റ് ഈസ് മെക്കാനിക്കൽ വർക്ക്. സോ മെക്കാനിക്കൽ വർക്ക് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ അതിൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ടേമും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ടേമുമാണ് അല്ലേ. ഇൻറ്റൻസിറ്റി ടേം ആൻഡ് കപ്പാസിറ്റി ടേം. അതുപോലെ മെക്കാനിക്കൽ വർക്ക് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് അറിയാൻ വേണ്ടി ഇപ്പം മെക്കാനിക്കൽ വർക്കിൽ നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞതുപോലെ ഇലക്ട്രിക്കൽ വർക്കിൽ നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് യുവർ ഇൻറ്റൻസിറ്റി ടൈം ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഈസ് യുവർ കപ്പാസിറ്റി ടൈം. അതുപോലെ നമുക്ക് വേറൊരു വർക്ക് എഴുതാം, ദറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ വർക്ക്. So this is gravitational work. So gravitational work is the product of gravitational potential into mass. So this term is known as intensity term and mass is known as capacity term. So generally നിങ്ങൾക്ക് പറയാം, ഒരു കാര്യം പറയാം, generally work is equal to product of intensity term and കപ്പാസിറ്റി ടേം. അതായത് ഇൻറ്റൻസിറ്റി ടേമിൻ്റെയും കപ്പാസിറ്റി ടേമിൻ്റെയും പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി വർക്ക്. അപ്പം ദർ ഷുഡ് ബി ആൻ ഇൻറ്റൻസിറ്റി ടേം ആൻഡ് ദർ ഷുഡ് ബി എ കപ്പാസിറ്റി ടേം. അപ്പോൾ ഇൻറ്റൻസിറ്റി ടേം ആൻഡ് കപ്പാസിറ്റി ടേം. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് കൂടുതൽ പ്രഷർ വോളിയം വർക്കാണ്. ആൻഡ് ദറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക്കൽ വർക്ക്. സോ പ്രഷർ വോളിയം വർക്ക് പി വി വർക്കിൽ ഇൻറ്റൻസിറ്റി ടേമും കപ്പാസിറ്റി ടേംസും എന്താണെന്ന് ആ പേരിൽ തന്നെ ഉണ്ട്. നമുക്കതെങ്ങനെയാണ് വരുന്നതെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പക്ഷേ നമ്മൾ പ്രഷർ വോളിയം വർക്ക് ഡീൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു 2-3 ചെറിയ കാര്യങ്ങൾ എനിക്ക് പഠിപ്പിക്കാനുണ്ട്. ഒന്ന്, റിവേഴ്സിബിൾ പ്രോസസ്സ്. 2, ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. 3, സൈക്ലിക് പ്രോസസ്സ്. മെയിനായിട്ട് ഈ 3 പ്രോസസ്സുകൾ, പിന്നെ ചെറിയ 2-3 പ്രോസസ്സുകൾ, അത് ഞാൻ പറയാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്ന റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഈ റിവേഴ്സിബിൾ പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു ചേംബർ എടുത്തു. ഈ ചേംബറിൽ ഞാനൊരു മൂവബിൾ പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ് വിചാരിച്ചോ. ഇതിൽ 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ് എന്നുള്ളത് നമുക്കറിയാം, അതൊരു കോൺസെപ്റ്റ് ആണല്ലേ. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ചില പ്രത്യേക കണ്ടീഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ കേസിലും നമുക്ക് ഗ്യാസിനെ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാനൊരു 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മൂവബിൾ പിസ്റ്റൺ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ പിസ്റ്റൻ്റെ മേളിലേക്ക് ഞാൻ ഒരു വെയിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വെയിറ്റ് ആണെന്ന് വിചാരിച്ചോ. പിസ്റ്റൻ്റെ മേളിലേക്ക് ഒരു വെയിറ്റ് പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ മൂവബിൾ പിസ്റ്റൻ്റെ മേളിൽ നിങ്ങൾ വെയിറ്റ് പ്ലേസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഈ വെയിറ്റ് എന്ത് ചെയ്യും, താഴോട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെ എക്സേർട്ട് ചെയ്യുമ്പം ഈ പിസ്റ്റൺ മൂവബിൾ പിസ്റ്റൺ ആയതുകൊണ്ട് താഴോട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് അടി വന്ന് ഇടിക്കില്ല. അതിന് മുമ്പേ തന്നെ നമ്മുടെ ഗ്യാസ് എന്ത് ചെയ്യും,
കൗണ്ടർ ഇഫക്റ്റ്, കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഇടിക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് ഇങ്ങോട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, ഇവർ ഇങ്ങോട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പം ഇവിടുന്ന് ഉണ്ടാകുന്ന എഫക്റ്റിനെ ഇതെന്ത് ചെയ്യും, കൗണ്ടർ ബാലൻസ് ചെയ്ത് അത് ക്യാൻസലായി നിങ്ങളുടെ പിസ്റ്റൺ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു. അപ്പം ഇങ്ങനൊരു അവസ്ഥയാണ് ഇത്. നിങ്ങളുടെ ഇനീഷ്യൽ കേസ് പറയുന്നത് ഒരു ചേംബറിൽ 1 മോൾ ഐഡിയൽ ഗ്യാസ് ഉണ്ട്, നിങ്ങളൊരു വെയിറ്റ് അതിൻ്റെ മേളിൽ പ്ലേസ് ചെയ്തിട്ട് അതിനെ സ്റ്റേഷനറി ആക്കി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോഴ്സ് ഈക്വൽ ആക്കി സ്റ്റേഷനറി ആക്കി വെച്ചേക്കുക. ഇനി ഞാൻ ഈ പ്രോസസ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പോവാം. അപ്പം നമ്മളുടെ കയ്യിൽ കുറച്ച് മണലുണ്ട്, കുറച്ച് മണൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് സം സാൻഡ്. നിങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് സാൻഡ് ഒരു സ്പൂണിൽ എടുത്തിട്ട് ഇതിൻ്റെ മേളിലേക്ക്, നമ്മുടെ ഈ മൂവബിൾ പിസ്റ്റൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ഈ പിസ്റ്റൺ പതുക്കെ താഴോട്ട് മൂവ് ചെയ്യും. കാരണം ഓൾറെഡി ഇപ്പോൾ ഇത് ഇക്വിലിബ്രിയം അല്ല, ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് വെച്ചാൽ മീനിങ് എന്നാ, അങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഫോഴ്സും ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സും ഈക്വലായി. ഇപ്പോൾ ഫോർവേഡിൻ്റെയും ബാക്ക്വേഡിൻ്റെയും റേറ്റ് അല്ലെങ്കിൽ അവരുടെ ഫോഴ്സൊക്കെ ഈക്വലായി കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിനെ ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ മണൽ വാരി ഇടുമ്പം ഓട്ടോമാറ്റിക്കലി മണൽ താഴേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പം ഒരു ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അവിടെ ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്തതിന് ശേഷം അവിടെ കൊണ്ട് നിൽക്കും. കാരണം ഈ മണൽ ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യുമ്പം നമ്മുടെ ഗ്യാസ് ഭയങ്കര ആക്റ്റീവ്, ഗ്യാസ് തിരിച്ചെന്ത് ചെയ്യാൻ തുടങ്ങും, അങ്ങോട്ട് ഇടിക്കാൻ തുടങ്ങും. ഇതിവിടെ എത്തി, അപ്പോൾ വീണ്ടും ഒരു ഇക്വിലിബ്രിയത്തിലെത്തി. വീണ്ടും നിങ്ങൾ ഒരു സ്പൂൺ മണൽ വാരി ഇതിൻ്റെ മേളിലേക്ക് ഇടുക, വീണ്ടും ഇത് ചെറുതായിട്ട് താഴേക്ക് വരുന്നു, വീണ്ടും ഇത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു. വീണ്ടും നിങ്ങൾ കുറച്ച് മണൽ വാരിയിടുന്നു, താഴേക്ക് പ്രഷർ എക്സേർട്ട്, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, ഈ പിസ്റ്റൺ കുറച്ചുകൂടി താഴേക്ക് മൂവ് ചെയ്യുന്നു, അപ്പോൾ തന്നെ ഗ്യാസ് തിരിച്ച് ആക്ട് ചെയ്യുന്നു, പിസ്റ്റൺ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്റ്റേജിലും നിങ്ങൾ ഇക്വിലിബ്രിയം 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 എത്തി 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 പോവാണ്. ഇനി നിങ്ങൾ ഈ പിസ്റ്റണെ താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തോന്നുവാണ് ഇനി ഈ പിസ്റ്റൺ ഒന്ന് മുകളിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ തന്നെ ഇതിനെ അങ്ങനെ നിങ്ങൾക്ക് തോന്നുവാണ് ഇതിനെന്ത് ചെയ്യണം, പിസ്റ്റണിനെ മുകളിലോട്ട് മൂവ് ചെയ്യിപ്പിക്കണം. അങ്ങനെ നിങ്ങൾക്ക് തോന്നി, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ ഈ റിയാക്ഷനെ നിങ്ങൾ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ഈ പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്തു. അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഇട്ട മണൽ കുറച്ച് വാരി പുറത്തേക്ക് മാറ്റുക. അങ്ങനെ മാറ്റുമ്പം ഇവിടുന്ന് താഴേക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഫോഴ്സിൽ കുറച്ച് റിലാക്സേഷൻ വരും. അപ്പോൾ ഈ പിസ്റ്റൺ കുറച്ച് റിലാക്സ്ഡ് ആവും. അപ്പോൾ നമ്മളുടെ ഗ്യാസിന് ഭയങ്കര എളുപ്പമായി, അയാൾക്ക് സൗകര്യമായി, അയാൾ നന്നായിട്ട് അങ്ങോട്ട് ഇടിക്കും. അപ്പം നിങ്ങളുടെ പിസ്റ്റൺ കുറച്ച് പുറകോട്ട് മൂവ് ചെയ്യുന്നു, കുറച്ചേ മൂവ് ചെയ്യുള്ളൂ. കാരണം ഗ്യാസ് ഇടിച്ച് അതിനെ മുകളിലോട്ട് കയറ്റുമ്പം ബാക്കിയുള്ള മണലും ഇവിടുത്തെ ലോഡും കൂടെ താഴേക്ക് ഇടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലെത്തി. വീണ്ടും നിങ്ങൾ കുറച്ച് മണൽ വാരിയെടുക്കുക, വീണ്ടും ഇതുപോലെ പിസ്റ്റൺ റിലാക്സായി പിസ്റ്റൺ മേളിലേക്ക് പോയി. ആ മേളിലേക്ക് പോകാൻ കാരണം ഗ്യാസ് ഇവിടുന്ന് ഇടിക്കുന്നു, തിരിച്ചിടിക്കുന്നു, റിവേഴ്സിബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലെത്തി. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് തിരിച്ചിനെ താഴേക്ക് കൊണ്ടുവരണം. അപ്പം നിങ്ങൾ എടുത്ത കളഞ്ഞ മണൽ വീണ്ടും ആഡ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സിനെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് റിവേഴ്സ് ചെയ്യിപ്പിക്കാം. നിങ്ങൾക്ക് പിസ്റ്റണിനെ താഴോട്ട് വിടാം, പിസ്റ്റണിനെ മുകളിലോട്ട് വിടാം, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ എപ്പോൾ വിചാരിക്കുന്നോ ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാം. അങ്ങനെയുള്ള പ്രോസസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. അങ്ങനെയുള്ള പ്രോസസ്സുകളെ വിളിക്കുന്ന പേര് റിവേഴ്സിബിൾ പ്രോസസ്സ്. ഇതിൽ ഓരോ സ്റ്റേജും എവിടെ എത്തും, ഇക്വിലിബ്രിയത്തിലെത്തും. ഓരോ സ്റ്റേജും ഇക്വിലിബ്രിയത്തിൽ എത്തിയതിനു ശേഷം മാത്രമാണ് ഈ നമ്മുടെ പിസ്റ്റൺ അനങ്ങാതിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ മാത്രമേ നടക്കൂ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റിവേഴ്സിബിൾ പ്രോസസ്സ്. ഇനി നമ്മളിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു. ഇനി നമ്മൾ ഈ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാൻ പോവാണ്. എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കുറച്ച് പ്രത്യേകതകൾ? അതിൽ ഒന്നാമത്തെ ഫീച്ചർ നമ്മളിപ്പോൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഈ പ്രോസസ്സിൽ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിനെ അറ്റ് എനി ടൈം യു ക്യാൻ റിവേഴ്സ്. എങ്ങനെ? ഈ പ്രോസസ്സ് നിങ്ങൾ റിവേഴ്സ് ചെയ്താൽ ഇവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ഈ റിവേഴ്സിബിൾ പ്രോസസ് ക്യാരിഡ് ഔട്ട് ഒൺലി ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അതായത് ഇക്വിലിബ്രിയം സ്റ്റേജ് റീച്ച് ചെയ്യാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് റിവേഴ്സിബിൾ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തത്, ഈ റിയാക്ഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രോസസ്സ് എപ്പോൾ തീരുവടോ എന്ന് ചോദിച്ചാൽ എപ്പോഴാണ് തീരുന്നതെന്ന് പറയാൻ പറ്റൂല സാറേ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുക. അത് എപ്പോഴാണ് കൊണ്ട് തീരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾ താഴേക്ക് മണൽ വാരിയിട്ട് ഈ പിസ്റ്റണെ കുറച്ച് മൂവ് ചെയ്തപ്പോൾ ഒരുപാട് മൂവ് ചെയ്തില്ല, ഭയങ്കര കുറച്ച് മൂവ്മെൻറ്റേ ഉണ്ടായുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ പ്രോസസ്സ് നടക്കുന്നത് ഇൻഫിനിറ്റിസിമലി സ്ലോ റേറ്റ് ആണ്. ഇൻഫിനിറ്റിസിമലി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ചെറുതാണ്. അത്രയും ചെറിയ ചേഞ്ചാണ് നടക്കുന്നുള്ളൂ. ഈ പിസ്റ്റൺ ഒറ്റയടിക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, ചെറിയതായിട്ടൊന്നോ താഴുന്നു, ചെറുതായിട്ടൊന്നോ പൊങ്ങിപ്പോകുന്നു. അങ്ങനെ വളരെ ഇൻഫിനിറ്റിസിമലി സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോസസ്സ് തീരാൻ ഇൻഫിനിറ്റ് ടൈം എടുക്കും. എത്ര ടൈം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഇൻഫിനിറ്റ് ടൈം എടുക്കും. ആ സമയത്തെല്ലാം നമ്മൾ ഈ പിസ്റ്റണും അല്ലെങ്കിൽ ഗ്യാസ് പിസ്റ്റണിലേക്കും പിസ്റ്റൺ ഗ്യാസിലേക്കും ഇങ്ങനെ അവരുടെ വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ അറ്റ് എനി ടൈം നിങ്ങൾക്ക് ഇത് റിവേഴ്സ് ചെയ്യിപ്പിക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ മാത്രമേ റിവേഴ്സിബിൾ പറയുള്ളൂ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ടേക്ക് ഇൻഫിനിറ്റ്
ടൈം ടു കംപ്ലീറ്റ് ദി പ്രോസസ്സ്. ഇൻഫിനിറ്റ് ടൈം എടുത്തിട്ടേ ഈ പ്രോസസ്സ് തീരുള്ളൂ. പിന്നെ നാലാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള പ്രോസസ്സുകളാണ് റിവേഴ്സിബിൾ. കാരണം ലോകത്തുള്ള മിക്ക റിയാക്ഷൻസും ഇറിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ എന്നുള്ള ആസച്ച് കണ്ടീഷനുള്ള പ്രോസസ്സുകളില്ല. നമുക്ക് റഫ്ലി ഇങ്ങനെ റിവേഴ്സിബിളിനോട് മാച്ച് ആവുന്ന റിയാക്ഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ 4 ഫീച്ചേഴ്സ്, ഇനി ഒരു ഫീച്ചറും കൊണ്ടുണ്ട്, അത് വർക്കിനെ സംബന്ധിച്ചാണ് നമുക്ക് പിന്നെ പറയാം. സോ ഇങ്ങനെ 4 ഫീച്ചേഴ്സ് ഉണ്ട് ആർക്ക്? റിവേഴ്സിബിൾ പ്രോസസ്സിന്. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ റിവേഴ്സിബിൾ എന്ന് മാറ്റി ഇറിവേഴ്സിബിൾ പ്രോസസ്സിലേക്ക് പോവാണ് കേട്ടോ. റിവേഴ്സിബിൾ മാറി അടുത്ത പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, അടുത്തത് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ എക്സ്പെരിമെൻറ്റ്. ഇത് നമ്മളുടെ ഒരു ചേംബറാണ്. ഈ ചേംബറിൽ ഞാനൊരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് ഉണ്ട് അല്ലേ, 1 mol ഐഡിയൽ ഗ്യാസ്. ഇവിടുത്തെ ആദ്യം നമ്മൾ പറഞ്ഞെടുത്ത അല്ലാത്ത ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പിസ്റ്റണിൻ്റെ മേലിൽ നമ്മളൊരു കോർക്ക് വെച്ച് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു കോർക്ക് ഇങ്ങനെ കയറ്റി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഇക്വിലിബ്രിയം കണ്ടീഷനിലല്ല അല്ലേ, ഇക്വിലിബ്രിയം കണ്ടീഷനിലല്ല, നോ ഇക്വിലിബ്രിയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ളത് ഇങ്ങോട്ടുള്ള ഫോഴ്സ് ഈക്വൽ അല്ല. അപ്പോൾ ഇവിടുന്ന് ഈ ഗ്യാസ് ഇങ്ങനെ നന്നായിട്ട് ഇടിക്കുന്നുണ്ട്, ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഹൈ പ്രഷറിൽ ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ഈ പിസ്റ്റൺ മുകളിലോട്ട് പോകാത്തതിന് കാരണം നമ്മൾ ഈ കോർക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ കോർക്ക് അവിടെ നിന്ന് ഊരാൻ പറയും. അങ്ങനെ കോർക്ക് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിസ്റ്റൺ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് മേളിലേക്ക് അങ്ങ് പോകും അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെയാണെന്ന് കോർക്കുന്ന ഒറ്റയടിക്ക് മേളിലേക്ക് പോയിട്ട് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, ഭയങ്കര വലുതായി. ഇനി നിങ്ങൾ തിരിച്ച് ആ കോർക്ക് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഊരിക്കളഞ്ഞ് ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ പിസ്റ്റൺ തനിയെ ഇറങ്ങി ഇതിൻ്റെ അടി വന്നിരിക്കുമോ? ഇല്ല. കാരണം ഈ പ്രോസസ്സ് ഒരിക്കലും ഇക്വിലിബ്രിയം കണ്ടീഷനിലല്ലായിരുന്നു. അങ്ങനെ ഇവിടുന്ന് പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കോർക്ക് വലിച്ചൂരി. അപ്പോൾ ഈ പിസ്റ്റൺ പട്ടയെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി. പിന്നെ നിങ്ങൾ കോർക്ക് തിരിച്ച് ഇൻസേർട്ട് ചെയ്താലും അത് തിരിച്ച് താഴേക്ക് വരുന്നില്ല. എൻ്റെ മീനിങ്, നിങ്ങൾക്ക് തോന്നിയ സമയത്ത് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പറ്റാത്ത റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സസ്. അങ്ങനെയുള്ള റിയാക്ഷൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പോൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സ് പോലെയല്ല. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് എത്രയാ, ഇൻഫിനിറ്റ് ടൈം എടുക്കും ഇല്ല. ഇത് അങ്ങോട്ടും മാറി ഒരുപാട് ടൈം എടുക്കും, വളരെ പതുക്കെ നടക്കുള്ളൂ. പക്ഷേ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ഫിനൈറ്റ് ടൈം എടുക്കുള്ളൂ. തന്നെയല്ല സഡൻ ചേഞ്ച് ആണ് അല്ലെ. കോർക്കൂരി മാറ്റി ടപ്പേന്ന് പറഞ്ഞു പോയി. സോ സഡൻ ചേഞ്ച് ആണ്, പെട്ടെന്ന് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു. സോ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഇനി ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നമ്മളുടെ നേച്ചറിൽ 95% ഇറിവേഴ്സിബിൾ ആണ്. ഈ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് മിക്കവാറും സ്പോണ്ടേനിയസ് പ്രോസസ്സുകളുമാണ്. സ്പോണ്ടേനിയസ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് വെച്ചാൽ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നടക്കുന്ന റിയാക്ഷൻ. നോൺ സ്പോണ്ടേനിയസ് നടക്കാത്ത റിയാക്ഷൻ. അങ്ങനെയല്ല. സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെൽപ്പ് കൂടാതെയോ അല്ലെങ്കിൽ തുടക്കത്തിൽ മാത്രം ഹെൽപ്പ് മേടിച്ചോ നടക്കുന്ന റിയാക്ഷനുകളാണ് സ്പോണ്ടേനിയസ്. ഇപ്പോൾ വെള്ളം മേളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നു, അതിന് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ട. സോ ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ്. അതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് കോക്കിരിക്കുവാണ്, നിങ്ങൾ അതിൻ്റെ സൈഡിൽ കത്തിച്ചു കൊടുത്തു. നിങ്ങൾ നിന്ന് കത്തിക്കേണ്ട ആവശ്യമില്ല, അത് ബാക്കി തന്നെ കത്തിക്കോളും. അപ്പോൾ നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്തു, ജസ്റ്റ് ബേൺ ചെയ്തു, ബാക്കിയുള്ളത് കംപ്ലീറ്റ് തന്നെ കത്തിക്കോളും. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്പോണ്ടേനിയസ്. പക്ഷെ ചില റിയാക്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ വാട്ടറിനെ ഇലക്ട്രോളിസിസ് നടത്തുവാണ്. വാട്ടറിനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന ഗ്യാസ് ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഇതിന് ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ബാറ്ററി കണക്ട് ചെയ്ത് നിങ്ങൾ ഈ വാട്ടറിനെ ഇലക്ട്രോളിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൈഡ്രജനും ഓക്സിജനും ഇലക്ട്രോണിൽ ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ ബാറ്ററി ഓഫ് ചെയ്തു, അപ്പോൾ റിയാക്ഷൻ സ്റ്റോപ്പായി. വീണ്ടും നിങ്ങൾ ബാറ്ററി ഓൺ ചെയ്തു, അപ്പോൾ റിയാക്ഷൻ സ്റ്റാർട്ട് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് തനിയെ ഇങ്ങനെ മാറാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് മേടിച്ചു. നമ്മളുടെ ഈ കേസിൽ എക്സ്റ്റേണൽ ഏജൻസി ആരാണ്, ബാറ്ററിയാണ്. സോ ബാറ്ററിയുടെ ഹെൽപ്പോട് കൂടി റിയാക്ഷൻ നടത്താം. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് നോൺ സ്പോണ്ടേനിയസ്. അപ്പോൾ നമ്മളുടെ ഇറിവേഴ്സിബിൾ പ്രോസസ്സുകൾ മിക്കതും സ്പോണ്ടേനിയസ് ആണ്. ഇനി ഒന്ന് പറഞ്ഞ്, സ്പോണ്ടേനിയസ് റിയാക്ഷനെ റിവേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ തനിയെ പറ്റൂല. വേറെ ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്പോണ്ടേനിയസിനെ നോൺ സ്പോണ്ടേനിയസ് ആക്കാം. ഇപ്പോൾ വെള്ളം മേളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നു, അതിന് താഴെ നിന്ന് മേളിലോട്ട് ഒഴിക്കാം. അതിന് എക്സ്റ്റേണൽ എയ്ഡ് വേണം, എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് വേണം. എന്ന് വെച്ചാൽ ഇറിവേഴ്സിബിൾ പ്രോസസ്സിനെ നിങ്ങൾക്ക് റിവേഴ്സിബിൾ ആക്കി മാറ്റാം. അങ്ങനെ മാറ്റാൻ പറ്റും. അപ്പോൾ 95% പ്രോസസ്സുകളും കെമിക്കൽ പ്രോസസ്സുകളും ഫിസിക്കൽ പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ ആണ്, സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ഓർത്തോ, കോർക്ക് ഊരി മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തെറിച്ച് പുറത്തേക്ക് പോകുന്നു, കോർക്ക് തിരിച്ച് കയറ്റി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. അങ്ങനെയാണെങ്കിൽ ഇറിവേഴ്സിബിളിനും 2-3
പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ്സുകളെയും ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വിളിക്കാം. എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ്സുകളെയും ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ, എല്ലാ ഇറിവേഴ്സിബിൾ പ്രോസസ്സുകളും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് ഫൈനൽ സ്റ്റേജിൽ മാത്രമായിരിക്കും. അതായത് റിവേഴ്സിബിൾ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റേജും ഇക്വിലിബ്രിയത്തിൽ എത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ള സ്റ്റേജ് പ്രൊസീഡ് ചെയ്യുന്നത്. പക്ഷേ ഇറിവേഴ്സിബിളിൽ ഇക്വിലിബ്രിയം എന്നുള്ള കണ്ടീഷൻ പറയണമെങ്കിൽ സിസ്റ്റം ഏത് സ്റ്റേജിലെത്തണം? ഫൈനൽ സ്റ്റേജിലെത്തണം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സിനെ വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യിപ്പിക്കാം, അല്ലെ? ക്യാൻ ബി റിവേഴ്സിബിൾ, അല്ലെ? വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യിപ്പിക്കാം, പക്ഷേ വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ. നാലാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് ടൈം. അവിടെ നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റ് ടൈം എടുക്കും. ഇവിടെ അങ്ങനെയല്ല, ഫിനൈറ്റ് ടൈമിൽ തീരും. ഫിനൈറ്റ് ടൈമിൽ പ്രോസസ്സ് തീർന്നിരിക്കും. ഇൻഫിനിറ്റിസിമലി സ്ലോ എന്നുള്ളത് റിവേഴ്സിബിളിൻ്റെ ആണ്. ഇവിടെ അങ്ങനെയല്ല, അത്ര സ്ലോ അല്ല, ഇവിടെ സഡൻ ചേഞ്ച് ആണ്. സോ ദീസ് ആർ ദി ഫോർ പ്രോപ്പർട്ടീസ് ഓഫ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സും കണ്ടു, ഇറിവേഴ്സിബിൾ പ്രോസസ്സും കണ്ടു. പിന്നെ ഉള്ള ഒരു പ്രോസസ്സ് സൈക്ലിക് പ്രോസസ്സാണ്. അപ്പോൾ റിവേഴ്സിബിൾ ഇറിവേഴ്സിബിൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. പിന്നെ ഉള്ളൊരു പ്രോസസ്സ് സൈക്ലിക് പ്രോസസ്സാണ്. സൈക്ലിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സിസ്റ്റം തരുവാണ്. ഒരു സിസ്റ്റം, ഈ സിസ്റ്റത്തിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T1. നിങ്ങൾ ഈ സിസ്റ്റത്തിനെ എന്തോ ചെയ്ത് P2, V2, T2 ആക്കി മാറ്റി. ഈ സിസ്റ്റത്തിനെ നിങ്ങൾ എന്തോ ചെയ്ത് P3, V3, T3 ആക്കി മാറ്റി. ഈ സിസ്റ്റത്തിനെ എന്തോ ചെയ്ത് തിരിച്ച് P1, V1, T1 ആക്കി. സോ ദിസ് ഈസ് നോൺ ആസ് എ സൈക്ലിക് പ്രോസസ്സ്. അതായത് നിങ്ങളൊരു നമ്പർ ഓഫ് സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ്, ഓപ്പറേഷൻസ് നിങ്ങൾ നടത്തിയതിന് ശേഷം തിരിച്ച് ഒറിജിനൽ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരുന്ന ഇഫക്റ്റ് അല്ലെങ്കിൽ സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്സ്. ഇപ്പോൾ ഇവിടെ തുടങ്ങി ഇങ്ങോട്ട് മാറ്റി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്സ്. ഈ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത് റിവേഴ്സിബിളും ആകാം, ഇറിവേഴ്സിബിളും ആകാം. റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് നടക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോണം യുവർ സൈക്ലിക് പ്രോസസ് ഈസ് റിവേഴ്സിബിൾ. കാരണം റിവേഴ്സിബിൾ റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ ഇക്വിലിബ്രിയം. ഇനി ഇറിവേഴ്സിബിൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ റിയാക്ഷൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ മൊത്തത്തിൽ, ഇപ്പം നിങ്ങളുടെ ഈ പ്രോസസ്സിൻ്റെ ഏതോ ഒരു ഭാഗമോ അല്ലെങ്കിൽ മൊത്തത്തിലോ ഇറിവേഴ്സിബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ ഇറിവേഴ്സിബിൾ സൈക്ലിക് പ്രോസസ്സ് എന്ന് വിളിക്കും. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ സൈക്ലിക് പ്രോസസ്സ് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവർ സൈക്ലിക് പ്രോസസ് ഈസ് റിവേഴ്സിബിൾ. നിങ്ങളുടെ സൈക്ലിക് പ്രോസസ്സിൻ്റെ ഏതോ ഒരു ഭാഗമോ അല്ലെങ്കിൽ മൊത്തത്തിലായിട്ടോ ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ് എങ്കിൽ ദിസ് ഹോൾ സൈക്കിൾ വിൽ ബി ഇറിവേഴ്സിബിൾ. അപ്പോൾ സൈക്ലിക് പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ 3 ടൈപ്പ് പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് റിവേഴ്സിബിൾ പ്രോസസ്സ്, ഒന്ന് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്, ഒന്ന് സൈക്ലിക് പ്രോസസ്സ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന 2-3 സിമ്പിൾ കാര്യങ്ങളാണ്. അതായത് ചില പ്രോസസ്സുകൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കും. അങ്ങനെയുള്ള പ്രോസസ്സുകളുടെ പ്രത്യേകത ∆Tയുടെ വാല്യൂ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ T2 മൈനസ് T1 ആണ് ∆T. നിങ്ങളൊരു റിയാക്ഷൻ തുടങ്ങുന്നു. ഇനീഷ്യൽ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്, ഫൈനൽ ടെമ്പറേച്ചർ ഈസ് ഓൾസോ 25 ഡിഗ്രി സെൽഷ്യസ്. സോ ദർ ഈസ് നോ ചേഞ്ച്. ഫൈനൽ ടെമ്പറേച്ചറും ഇനീഷ്യൽ ടെമ്പറേച്ചറും 25 ആണെങ്കിൽ ∆T വിൽ ബി ഈക്വൽ ടു 0. ആൻഡ് ദീസ് ടൈപ്പ് ഓഫ് പ്രോസസ്സസ് ആർ കോൾഡ് ഐസോതെർമൽ പ്രോസസ്സസ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സുകൾ ഐസോതെർമൽ പ്രോസസ്സസ്. Constant pressure, which means that ∆P is equal to 0, which is P2 minus P1. ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്. Then one more constant, volume equal to ∆V is equal to 0 means V2 minus V1, and these type of reactions are called ഐസോകോറിക് പ്രോസസ്സസ്. അപ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഐസോതെർമൽ, കോൺസ്റ്റന്റ് പ്രഷർ ഐസോബാറിക്, ആൻഡ് കോൺസ്റ്റന്റ് വോളിയം ഐസോകോറിക് ആണ്. അപ്പോൾ ഈ 3 പ്രോസസ്സുകളെ കുറിച്ചും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ വർക്കിനെ കുറിച്ച് പറഞ്ഞില്ല കേട്ടോ. വർക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു 3-4-5 കാര്യങ്ങൾ പറഞ്ഞു. റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ, സൈക്ലിക്, ഐസോതെർമൽ, ഐസോബാറിക് ആൻഡ് ഐസോകോറിക് പ്രോസസ്സസ് ഇൻ തെർമോഡൈനാമിക്സ്. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ഇൻ ടു പ്രഷർ വോളിയം വർക്ക്. നമ്മൾ പ്രഷർ വോളിയം വർക്ക് പറയാൻ പോവാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്ത പോലെ
ഒരു ചേംബർ എടുക്കുവാണ് കേട്ടോ, ഒരു ചേംബർ. ഇപ്പം ഞാൻ ഇത് നിങ്ങളുടെ ഒരു ഗ്യാസ് ചേംബറാണെന്ന് വിചാരിക്കാം, ഇതിലൊരു മൂവബിൾ പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു ലോഡ് കയറ്റി വെച്ചു അല്ലേ, ഇവിടെ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് 1 mol ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഈ ലോഡ് കയറ്റി വെച്ച സമയത്ത് ഈ ലോഡും അതുപോലെ ഗ്യാസും പ്രഷർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് കൊടുത്ത് ഇതിപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ സ്റ്റേഷനറി കണ്ടീഷനിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേഷനറി കണ്ടീഷനിൽ ഇരിക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, അപ്പോൾ ഈ പിസ്റ്റൺ ഇപ്പോൾ മൂവ് ചെയ്യുന്നില്ല കേട്ടോ, അപ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്യുന്നില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ ബാലൻസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇതിലേക്ക്, അപ്പോൾ പിസ്റ്റൺ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നത്, ഇനി നിങ്ങൾ എന്ത് ചെയ്തു, ഈ സിസ്റ്റത്തിനെ ജസ്റ്റ് ഒന്ന്, ഇതിവിടെ ഇരിക്കുന്ന 1 mol ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ്, നിങ്ങൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഇപ്പം ഇവിടെ ഇരിക്കുന്നത് അല്ലേ, നമ്മളുടെ ഒരു 1 mol ഐഡിയൽ ഗ്യാസ് അതിൻ്റെ വോളിയം V എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിപ്പോൾ സ്റ്റേഷനറി ആയിട്ടുള്ള പിസ്റ്റണാണ്. അപ്പോൾ ഇതിലേക്ക് ഇപ്പം നിങ്ങൾ ഇതിൽ എന്താ പറയുക, ഈ ഗ്യാസിനെ സ്ലൈറ്റായിട്ടൊന്ന് ചൂടാക്കുന്ന സമയത്ത് വോളിയം എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ബിക്കോസ് നിങ്ങളുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, എന്താക്കി, വേരിയബിൾ ആക്കി. പക്ഷേ പ്രഷർ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഏതുള്ളതാണ്, ചാൾസ് ലോ. പക്ഷെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കര ചെറുതായിട്ടൊന്ന് കൂട്ടി ഇതിനെ സ്ലൈറ്റായിട്ട് ഹീറ്റ് ചെയ്തു. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ടെമ്പറേച്ചറും വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആർ ഡയറക്ട്ലി റിലേറ്റഡ്. സോ ഗ്യാസ് ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുക എന്ന് വെച്ചാൽ മീനിങ് എന്നാ, വോളിയം കൂടുന്നു, അപ്പോൾ ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വോളിയം ഇൻക്രീസസ്, സോ ഗ്യാസ് എക്സ്പാൻഡ്സ് അല്ലേ, അപ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു എന്ന് വെച്ചാൽ മീനിങ് എന്നാ, നിങ്ങൾ ഗ്യാസിലോട്ടാണോ വർക്ക് ചെയ്ത് അതോ ഗ്യാസ് ആണോ വർക്ക് ചെയ്ത്? സോ ഇവിടെ ഗ്യാസ് ആണ് വർക്ക് ചെയ്തത്. സോ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ആണ് അല്ലെ, ബൈ ദി ഗ്യാസ് ടു ദി സറൗണ്ടിങ് ആണ്. സോ ഗ്യാസ് എക്സ്പാൻഡ്സ് ഓർ ദിസ് ഇസ് വർക്ക് ഡൺ ബൈ ദി ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നടത്തിയ വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പാൻഷൻ വർക്ക്, W എക്സ്പാൻഷൻ. ഒന്നുകൂടെ പറയാം, ഞാൻ പ്രഷർ വോളിയം വർക്ക് പറയാൻ വേണ്ടി ആദ്യം ഒരു ചേമ്പറിൻ്റെ അകത്ത് 1 mol ഐഡിയൽ ഗ്യാസ് എടുത്തു, പിന്നെ ഒരു മൂവബിൾ പിസ്റ്റൺ ഉണ്ട്, അവിടെ നമ്മളൊരു വെയിറ്റ് ലോഡ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ലോഡ് ചെയ്യുമ്പോൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് F, ഏരിയ A അല്ലേ, അപ്പോൾ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. A വിൽ ബി ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് പ്രഷർ എന്ന് വെച്ചാൽ ദി പ്രഷർ അപ്ലൈഡ് ടു ദി ലോഡ്, ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പിസ്റ്റൺ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നറിയാം, എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നറിയാം. അപ്പോൾ നമ്മൾ ഈ ഗ്യാസിനെ ജെന്റ്ലി ഒന്ന് ഹീറ്റ് ചെയ്തു. അപ്പോൾ അക്കോർഡിംഗ് ടു ചാൾസ് ലോ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചാൽ മീനിങ് വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ആണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് ഈ വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പാൻഷൻ വർക്ക്. അപ്പോൾ ചോദിക്കട്ടെ, നിങ്ങൾ ഈ നടന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഇവിടെ എന്താ ചെയ്തത്, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു അല്ലേ. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറകോട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അങ്ങനെ ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഡിസ്റ്റൻസിനെ ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു. അതായത് ഈ പിസ്റ്റൺ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തു, ഇത് ഡെൽറ്റ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വർക്കിൻ്റെ ഇക്വേഷൻ പറ, വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നിങ്ങൾ കൊടുത്ത ഫോഴ്സ് F, ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് ആണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം എക്സ്പാൻഷൻ വർക്കാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പം ഞാൻ ഒരു പിസ്റ്റണിലേക്ക് പ്രഷർ കൊടുത്ത് തിരിച്ച് ഗ്യാസിനെ കംപ്രസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള വർക്കുകളുടെ പേര് കംപ്രഷൻ വർക്കാണ്. ആ സമയത്ത് എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഗ്യാസ് കംപ്രസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന വോളിയത്തിനേക്കാൾ ചെറുതായി പോകും. പക്ഷേ ഇവിടെ ഇപ്പം നടന്നത് എന്താ, ഉണ്ടായിരുന്ന വോളിയം കുറച്ചുകൂടെ കൂടുതലായി. അപ്പോൾ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് കൂടുതലും ഇനീഷ്യൽ വോളിയം ചെറുതുമാണ്. അപ്പോൾ ഈ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ വരും. അല്ലെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി, W എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ്, വർക്ക് ഡൺ ബൈ ദി സിസ്റ്റത്തിൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കാരണം അത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് ചെയ്ത വർക്കാണ്. ഇനി സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്കാണെങ്കിൽ അതിൻ്റെ സൈനാണ് പോസിറ്റീവ്. അപ്പോൾ ഞാനിവിടെ ഒരു നെഗറ്റീവ് സൈൻ എടുത്തു. ഈ നെഗറ്റീവ് റെപ്രസെൻസ് എന്താണ്, എക്സ്പാൻഷൻ ആണ്. നെഗറ്റീവ് റെപ്രസെൻസ് എക്സ്പാൻഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെ, നിങ്ങളുടെ പിസ്റ്റൺ ഇവിടെ 1 mol ഗ്യാസ് ഉണ്ട്, നിങ്ങൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ടെമ്പറേച്ചർ ഭയങ്കര കുറച്ച് ഇൻക്രീസ് ചെയ്ത് ഗ്യാസിനെ
സ്ലൈറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ആ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കാൻ കാരണം ഇത് എക്സ്പാൻഷൻ ആയതുകൊണ്ട് സോ നെഗറ്റീവ് സൈൻ ഈസ് യൂസ്ഡ് ഫോർ എക്സ്പ്രസിങ് എക്സ്പാൻഷൻ ആണ്. പക്ഷെ ഇത് കംപ്രഷൻ ആയിരുന്നെങ്കിൽ മീനിങ് എന്നാ, ആദ്യത്തെ വോളിയം ഇത്രയാണ്, പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ വോളിയം കുറയുന്നു. അപ്പം ആദ്യത്തെ വോളിയം എന്ന് പറയുന്നത് വലുതും രണ്ടാമത്തെ വോളിയം ചെറുതുമാണ്. അപ്പോൾ ചെറുത് മൈനസ് വലുത് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വരും. ആൻഡ് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ കംപ്രഷൻ വർക്കാണെങ്കിൽ സൈൻ പോസിറ്റീവ് ആണ്. നിങ്ങൾ കംപ്രഷൻ വർക്കിനെ കുറിച്ച് ഇപ്പോൾ ബോധർ ചെയ്യേണ്ട. എക്സ്പാൻഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് മാത്രം പഠിക്കുക. കംപ്രഷൻ തനിയെ വന്നോളും കേട്ടോ. അപ്പോൾ നിങ്ങൾ കംപ്രഷനെ കുറിച്ച് ഇപ്പോൾ മറന്നേക്കൂ, എക്സ്പാൻഷൻ മാത്രം. സോ W = -F ഡെൽറ്റ എക്സ് എന്ന് വന്നു. പക്ഷേ നിങ്ങൾ ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ചെറിയൊരു ഡിസ്റ്റൻസ്, അപ്പം ഞാനത് വോളിയം എന്ന് പറഞ്ഞാലും ഇത് നിങ്ങൾക്കറിയാം എക്സിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. കാരണം വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നെഗറ്റീവ് സൈൻ കൊടുക്കാൻ കാരണം എക്സ്പാൻഷൻ വർക്കാണ്. പക്ഷെ നമ്മളുടെ വർക്ക് എന്ന് പറയുന്ന പ്രഷർ വോളിയം വർക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും മാറ്റിയിട്ട് അവിടെ പ്രഷറും വോളിയവും കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ മൾട്ടിപ്ലൈ വിത്ത് A/A, ഒരു എളുപ്പ വഴി A/A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വർക്ക് ഈക്വൽ ടു -F ഡെൽറ്റ എക്സ് ഇൻറ്റു A/A. ഇനി നോക്കിയേ, ഇതിൽ ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രഷർ അല്ലെ. ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് പ്രഷറാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു -P. ഇനി ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ്. എ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ എ ഇൻറ്റു ഡിസ്റ്റൻസ് എൽ എന്ന് വെച്ചാൽ അതെന്താ, ഏരിയ ഇൻറ്റു ലെങ്ത് വോളിയം. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു എ എന്ന് പറയുന്നത് വോളിയമാണ്, പക്ഷെ സാധാ വോളിയം അല്ല. ദിസ് ഇസ് ഡെൽറ്റ എക്സ്, ദെയർഫോർ ഇറ്റ് ഈസ് ഡെൽറ്റ വി. സോ W = -P ഡെൽറ്റ വി. സോ ഇതാണ് വർക്കിൻ്റെ എക്സ്പ്രഷൻ. ഈ നെഗറ്റീവ് സൈൻ അവിടെ തന്നെ കിടന്നോട്ടെ. എക്സ്പാൻഷൻ വർക്കാണ് എങ്കിൽ ഇപ്പം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തപ്പം ആദ്യത്തെ വോളിയം V1 ആണ്, ഇനീഷ്യൽ വോളിയം V1 ആണ്, ഫൈനൽ വോളിയം എന്ന് പറയുന്നത് V2 ആണ്. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തപ്പം V2 > V1 ആണ്. സോ V2 - V1 = ഡെൽറ്റ വി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഡെൽറ്റ വി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അങ്ങനെ വരുമ്പോൾ നോക്കി, ഇവിടെ പോസിറ്റീവായി, ഇവിടെ മൈനസായി. അപ്പോൾ എക്സ്പാൻഷൻ വർക്കിൻ്റെ സൈൻ ഓൾറെഡി നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. കംപ്രഷൻ വർക്കാണെങ്കിൽ V1 വലുതും V2 ചെറുതുമാണ്. അപ്പോൾ V2 - V1 അല്ലെങ്കിൽ ഡെൽറ്റ വി എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ ഇവിടെ ഓൾറെഡി നെഗറ്റീവ്, ഇവിടെ ഒരു നെഗറ്റീവ് വരുമ്പം അത് പോസിറ്റീവ് ആവും. അപ്പോൾ കംപ്രഷൻ വർക്കിൻ്റെ സൈൻ എന്തായി, പോസിറ്റീവായി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ നടത്തിയ പ്രോസസ്സ് വെച്ചാൽ ഗ്യാസിനെ എന്ത് ചെയ്തു, നിങ്ങൾ ഈ ഗ്യാസിനെ എന്ത് ചെയ്തു, സ്ലൈറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തേ ഉള്ളൂ, തിരിച്ച് കംപ്രസ് ചെയ്യുന്നൊന്നുമില്ല, എക്സ്പാൻഡ് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനിൽ റിയാക്ഷൻ നടന്നു, പ്രോസസ്സ് നടന്നു. ഇത് തിരിച്ചു വന്നിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഇപ്പം ഡീൽ ചെയ്തേക്കുന്ന വർക്ക് എന്ത് വർക്കാണ്, ഇറിവേഴ്സിബിൾ വർക്കാണ്. ഇറിവേഴ്സിബിൾ കംപ്രഷൻ ആണോ എക്സ്പാൻഷൻ ആണോ, എക്സ്പാൻഷൻ വർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിത് മോഡിഫൈ ചെയ്ത് ഒരു ഇക്വേഷൻ ആക്കി എഴുതാം. പറഞ്ഞേ, ഫോർ ഏത് റിയാക്ഷനാണ്, ഇറിവേഴ്സിബിൾ. എന്ത് റിയാക്ഷനാ, എക്സ്പാൻഷൻ. W = -P ഡെൽറ്റ വി അല്ലെ, -P ഡെൽറ്റ വി. ഇനി ഫോർ ഇറിവേഴ്സിബിൾ കംപ്രഷൻ ആണെങ്കിലും ഇതേ ഇക്വേഷൻ ആണ്, അത് ഓൾറെഡി നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടിക്കോളും. അപ്പം ഇറിവേഴ്സിബിൾ വർക്കിൻ്റെ എക്സ്പ്രഷൻ -P ഡെൽറ്റ വി. അപ്പം ഞാൻ അത് ഇവിടെ ഒരു ഫോർമുലയായിട്ട് അങ്ങ് എഴുതി അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പോവാണ്. നോക്കിക്കോണം. W ഇറിവേഴ്സിബിൾ വർക്ക് is equal to -P into ഡെൽറ്റ വി. മറക്കരുത്, ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ വർക്ക് എന്ന് പറയുന്നത് W = -P into ഡെൽറ്റ വി ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതിപ്പോൾ നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. ഗ്രാഫ് എന്ന് വെച്ചാൽ പ്രഷറും വോളിയവും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ എന്ന് കാണിച്ചു തരാം. നോക്കിക്കോണേ, ഇപ്പം ഞാൻ ഇത് നിങ്ങളുടെ പ്രഷറാണ്, ഇത് നിങ്ങളുടെ വോളിയമാണ്. നിങ്ങളുടെ ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്ന V1 ആണെന്ന് വിചാരിച്ചോ. ഇതാണ് നിങ്ങളുടെ V1. അപ്പോൾ ഈ V1 നിങ്ങളുടെ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്. സപ്പോസ് V1 ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്ന ഇതാണ് നിങ്ങളുടെ P1 എന്ന് വിചാരിച്ചോ. ഇതാണ് നിങ്ങളുടെ P1. ഇനി ഈ സമയത്തുള്ള വോളിയം V1 ആണ്. ഇനി നിങ്ങൾ ഈ V1 V2 എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ V1 V2 എക്സ്പാൻഡ് ചെയ്യുന്ന വെച്ചാൽ വോളിയം ഇൻക്രീസസ്. അപ്പോൾ പ്രഷർ എന്ത് ചെയ്യും, ഡിക്രീസസ്. ബിക്കോസ് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക അല്ലെ. പ്രഷറും വോളിയം കൂടെ വേരി ചെയ്യുമ്പം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, നമ്പർ ഓഫ് മോൾസും എന്ത്, കോൺസ്റ്റന്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു, V1 V2 കൂടി ഇപ്പം
P1 P2ലേക്ക് കുറയും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ഇതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, ദേ ഇവിടുന്ന് ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടാണ് ഗ്രാഫ് പോകുന്നത്. സ്മൂത്ത് നോക്കിയോ, ഇവിടെ ഈ റിയാക്ഷനിൽ റിവേഴ്സിബിൾ പ്രോസസ് ആണോ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്തു. P1 ഈ പോയിന്റിലെ പ്രോപ്പർട്ടീസ് എന്നാ P1ഉം V1ഉം, ഈ പോയിന്റിലെ P2ഉം V2ഉം. എവിടെയാണ് P2? ഈ V2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പ്രഷറാണ് നമ്മളുടെ P2. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഏതാണ് ഇറിവേഴ്സിബിൾ വർക്ക്, W ഇറിവേഴ്സിബിൾ എന്ന് ചോദിച്ചാൽ ദേ ഇത്രയും ഭാഗമല്ലേ നോക്കി അല്ലേ, ഇത്രയും ഭാഗം. കാരണം നിങ്ങളുടെ വോളിയം V1 നിന്ന് V2ലേക്ക് മാറി, ബട്ട് പ്രഷർ റിമൈൻസ് സെയിം. എന്നാലേ നിങ്ങൾക്ക് ഈ P∆V എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദേ ഇത്രയും പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് W ഇറിവേഴ്സിബിൾ. ഇനി ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ചേഞ്ച് ഭയങ്കര സ്മൂത്ത് ചേഞ്ച് ആണ് അല്ല, സ്മൂത്ത് ചേഞ്ച് ആണ്. അപ്പോൾ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഭയങ്കര സ്മൂത്ത് ആണ്. ഇപ്പം നിങ്ങൾ വോളിയം ഇങ്ങോട്ട് കൂട്ടിയപ്പോൾ പ്രഷർ ഇങ്ങോട്ട് കുറയുന്നു. അപ്പോൾ V1 to V2ലേക്ക് കുറഞ്ഞു. ഈ V2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്ന P2 ആണ്. സോ ഇത്രയും ഭാഗം എന്ന് പറയുന്ന W ഇറിവേഴ്സിബിളും ആണ്. സോ ദിസ് ഈസ് ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇറിവേഴ്സിബിൾ വർക്ക്. ഇതൊരു ഫിനൈറ്റ് ടൈമിൽ തീരുന്നതാണോ ഇൻഫിനിറ്റ് ടൈമിലാണോ? ഇതൊരു ഫിനൈറ്റ് ടൈമിൽ തീരുന്ന വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ മനസ്സിലായി. ഇറിവേഴ്സിബിൾ പ്രോസസ് ഈക്വൽ ടു -P∆V. അതിൻ്റെ ഗ്രാഫ് വളരെ സ്മൂത്ത് ആയിട്ടേ വരുള്ളൂ. കാരണം V1ൽ നിന്ന് V2യിലേക്ക് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുമ്പം P1 എന്നുള്ളത് P2യിലേക്ക് ഡിക്രീസ് ചെയ്യുന്നു അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, ബിക്കോസ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് റിമൈൻസ് കോൺസ്റ്റന്റ്. ആൻഡ് V2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ P2 അത് നമ്മൾ ഇവിടെ വരച്ചു. സോ ദിസ് മച്ച് പോർഷൻ റെപ്രസെൻറ്റ്സ് എന്ത് ഇറിവേഴ്സിബിൾ വർക്ക്, W ഇറിവേഴ്സിബിൾ. അപ്പോൾ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഇറിവേഴ്സിബിൾ വർക്ക്. ദെൻ we are moving into reversible work, അതായത് റിവേഴ്സിബിൾ പ്രഷർ വോളിയം വർക്ക്. അത് പറയുമ്പം നിങ്ങൾ മനസ്സിൽ നമ്മളതിൻ്റെ സിമ്പിൾ WREV എന്ന് കൊടുക്കാം. നിങ്ങൾ മനസ്സിൽ റിവേഴ്സിബിൾ വർക്ക് ഓർത്തോണം. റിവേഴ്സിബിൾ പ്രോസസ് നമ്മൾ മണൽ വാരിയിട്ടു, താഴേക്ക് പോയി, പിന്നെ മേളിലേക്ക് വന്ന് അങ്ങനെ എഴുതി. ഞാൻ ആദ്യമേ തന്നെ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവുക. സോ ദിസ് ഇസ് പ്രഷർ ആൻഡ് ദിസ് ഇസ് വോളിയം. നിങ്ങൾക്ക് വോളിയം എവിടം തൊട്ട് എവിടം വരെ ചേഞ്ച് ചെയ്യേണ്ടത്? V1ൽ നിന്ന് V2യിലോട്ട് മാറ്റണം. ഈ V1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ഏതാ? P1. ഇതാണ് നിങ്ങളുടെ P1 എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ പോയിന്റിൽ P1ഉം B1ഉം ആണ് ഈ പോയിന്റിൻ്റെ അഡ്രസ്സ്. ഇനി ഇവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക? നിങ്ങൾ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ ഗ്യാസിനെ ഒറ്റയടിക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല. നിങ്ങൾ എന്ത് ചെയ്തു? വോളിയം പതുക്കെ പതുക്കെ കൂട്ടാൻ പോവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് പതുക്കെ പതുക്കെ ഹീറ്റ് ചെയ്ത് വോളിയം പതുക്കെ കൂട്ടുന്നു. അപ്പം ഞാൻ ഒറ്റയടിക്ക് ഇതുണ്ടോ, ഇവിടെ നമ്മൾ ഒറ്റയടിക്ക് V1ൽ നിന്ന് V2യിലേക്ക് മാറ്റിയപ്പം പ്രഷർ P1ൽ നിന്ന് P2യിലേക്ക് മാറി. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഞാൻ V1ൽ നിന്ന് ഒറ്റയടിക്ക് മാറ്റില്ല, ചെറുതായിട്ട് കൂട്ടുന്നു. അപ്പോൾ പ്രഷർ ചെറുതായിട്ടൊന്ന് താഴും അല്ലേ? അപ്പോൾ ഇപ്പം നിങ്ങളുടെ P1 കണ്ടീഷൻ എന്നുള്ളത് ഇപ്പം ഇത് നിങ്ങളുടെ P1 കണ്ടീഷനാണ്. അവിടുന്ന് ഒരു ചെറിയതായിട്ട് കുറഞ്ഞ് ഇവിടെ എത്തി ഇക്വിലിബ്രിയത്തിലെത്തും. ഇത് നിങ്ങളുടെ വോളിയമാണ്, V1 ആണ്. നിങ്ങളുടെ വോളിയം V1 ആണ്. ഇനി ഇവിടുന്ന് ഈ കണ്ടീഷൻ എന്ന് പറയുന്ന ആദ്യത്തെ സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്തു? ചെറുതായിട്ട് ഗ്യാസിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തപ്പം പ്രഷർ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തു? ഗ്യാസിനെ V1ൽ നിന്ന് പിന്നെയും കുറച്ച് മാറ്റുന്നു. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് പ്രഷർ പിന്നെ റെഡ്യൂസ് ആകുന്നു, വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നു. വീണ്ടും നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നു, ഗ്രാഫ് കുറച്ചുകൂടെ സ്റ്റെപ്പ് താഴേക്ക് വരുന്നു. വീണ്ടും വോളിയം കൂട്ടുന്നു, പ്രഷർ കുറയുന്നു, വോളിയം കൂട്ടുന്നു, പ്രഷർ കുറയുന്നു, വോളിയം കൂട്ടുന്നു, പ്രഷർ കുറയുന്നു, വോളിയം കൂട്ടുന്നു, പ്രഷർ കുറയുന്നു, വോളിയം കുറച്ച് കൂട്ടുന്നു, പ്രഷർ കുറയുന്നു. മനസ്സിലായോ? അപ്പോൾ V1ൽ നിന്ന് V2യിലേക്ക് നിങ്ങൾ ഒരുപാട് സ്റ്റെപ്പ് വഴി എത്തിയത്. മറ്റേത് സ്മൂത്ത് ആയിട്ട് വന്നു. ഇവിടെ നിങ്ങൾ ലാർജ് നമ്പർ സ്റ്റെപ്പിൽ കൂടെ വന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ P1ൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഒരു സ്മൂത്ത് അല്ല. ഈ കർവിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഈ ഓരോ സ്റ്റേജും എന്നതായിരുന്നു? ഓരോ സ്റ്റേജും ഇക്വിലിബ്രിയമാണ്. അങ്ങനെ ഒരുപാട് ഇക്വിലിബ്രിയം സ്റ്റേജിൽ കൂടെ കടന്നിട്ടാണ് നിങ്ങളുടെ റിവേഴ്സിബിൾ പ്രോസസ്സ് ഇവിടെ എത്തുന്നത്. ഇനി ഒന്ന് ആലോചിക്കുക. ഇവിടെ പ്രഷർ എങ്ങനെയാണ്? കോൺസ്റ്റന്റ്. ഇത്രയും ഭാഗം പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗം പ്രഷർ കോൺസ്റ്റന്റാണ്, പക്ഷേ വോളിയം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിനെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? W ഇറിവേഴ്സിബിൾ എന്ന് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ട് -P∆V എന്ന് ധൈര്യമായിട്ട് കൊടുക്കാം, ഈ ഒരു സ്റ്റെപ്പിന് മാത്രം. അപ്പോൾ ഇതോ -P∆V, 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 ബിക്കോസ് ഈ ഓരോ പോയിന്റിലും പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഓരോ സ്റ്റെപ്പിനെയും ഇറിവേഴ്സിബിൾ എന്ന് വിളിക്കാം. അപ്പം റിവേഴ്സിബിൾ പ്രോസസ്സ് കംപ്ലീറ്റ്
ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ ഇറിവേഴ്സിബിൾ സ്റ്റെപ്പിന് ഇക്വലൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വർക്ക് നിങ്ങൾ കണ്ടുപിടിക്കണം. ആ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്തമാറ്റിക്സ് അറിയാവുന്ന ആൾക്കാർ എന്ത് പറയും? W റിവേഴ്സിബിൾ കണ്ടുപിടിക്കാൻ വേണ്ടി we should integrate W irreversible from the interval v1 to v2 അല്ലെ. W റിവേഴ്സിബിൾ കണ്ടുപിടിക്കാൻ വേണ്ടി W ഇറിവേഴ്സിബിളിനെ നമ്മൾ v1 to v2 എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മീനിങ് എന്നാ? ടോട്ടൽ നമ്മൾ വർക്ക് കണ്ടുപിടിക്കുക, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യും. ഇനി അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം W റിവേഴ്സിബിൾ ഈക്വൽ ടു പറഞ്ഞേ v1 to v2 ഇറിവേഴ്സിബിൾ എന്ന മൈനസ് പി ഡെൽറ്റ വി ആണ്. പക്ഷെ നമ്മൾ ഇൻ്റഗ്രേഷൻ പറയുമ്പം ഈ ഡെൽറ്റ വി വിത്ത് റെസ്പെക്ട് ടു ഇത് ഡെൽറ്റ വി എന്നല്ല എഴുതേണ്ടത് ഡി വി എന്നാണ്. അപ്പം നമ്മൾ അതിനെ മാറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ v1 to v2 മൈനസ് ഇട്ടേക്കാം, ഇവിടെ പി ഡി വി എന്ന് എഴുതി. ഇനി നമുക്കറിയാം നിങ്ങളിത് ഏത് ഗ്യാസാണ് എടുത്ത് വെച്ചിരുന്നത്? ഐഡിയൽ ഗ്യാസ് ആണ്. സോ ഐഡിയൽ ഗ്യാസ് എടുത്തു വെക്കുന്ന സമയത്ത് പി വി ഇസ് ഈക്വൽ ടു NRT എന്നറിയാം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതിൽ നിന്ന് പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? പി ഇസ് ഈക്വൽ ടു NRT ഡിവൈഡഡ് ബൈ വി എന്ന് കിട്ടും. അത് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന വിത്ത് റെസ്പെക്ട് ടു വി ആണ്, പക്ഷെ ഇവിടെ കിടക്കുന്ന പ്രഷറാണ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു വി ഇത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പം പി നമ്മൾ വെളിയിലോട്ട് എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഈ പിനെ വിയുടെ ടേമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പിയുടെ റിലേഷൻ ഇവിടെ കൊണ്ട് കൊടുക്കുവാണ്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ v1 to v2 NRT ബൈ വി ഡി വി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു NRT നമ്മളെ സംബന്ധിച്ച് കോൺസ്റ്റന്റ് ആണ് അല്ലെ. നമ്പർ ഓഫ് മോൾസ് ഫിക്സ്ഡ് ആണ്, ടെമ്പറേച്ചർ മാറ്റിയില്ല. അതുപോലെ R കോൺസ്റ്റന്റ് ആണെങ്കിൽ മൈനസ് NRT ഇൻറ്റു ഇൻ്റഗ്രൽ v1 to v2 ഡി വി ബൈ വി എന്ന് എഴുതാം, ഡി വി ബൈ വി. ഇനി നിങ്ങൾക്കറിയാം ഇൻ്റഗ്രൽ dx ബൈ എക്സ് എന്ന് പറയുന്നത് ln x ആണ്, നാച്ചുറൽ ലോഗരിതം ടു ദി ബേസ് e ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് എഴുതാം? മൈനസ് NRT ln v അല്ലെ, ലിമിറ്റ് v1 to v2. അപ്പം മൈനസ് NRT ln v v1 to v2. ഞാനത് ഒന്നുകൂടെ ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണേ, ഒന്നുകൂടെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. പറഞ്ഞേ W റിവേഴ്സിബിൾ ഈക്വൽ ടു മൈനസ് NRT ln v ബിറ്റ്വീൻ ദി ലിമിറ്റ് v1 to v2. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ അറിയാം. എങ്ങനെയാ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ മൈനസ് NRT ln v2 മൈനസ് ln v1 അല്ലേ. ദിസ് മച്ച് എമൗണ്ട് ഈസ് ഇൻ ബ്രാക്കറ്റ്, which is equal to minus NRT log A minus log B means log A by B. So minus NRT ln v2 by v1. ഇനി നിങ്ങൾക്ക് ഇത് നാച്ചുറൽ ലോഗരിതം ടു ദി ബേസ് E ആണ്, പക്ഷെ നമുക്ക് ബേസ് 10 ആണ് എളുപ്പം, നമ്മൾ അതിലേക്ക് മാറ്റാൻ പോവാ. Therefore W റിവേഴ്സിബിൾ ഈക്വൽ ടു മൈനസ് 2.303 NRT. 2.303 വരുമ്പം ln എന്നുള്ള എന്തായി? ലോഗ് v2 by v1 ഫൈനൽ വോളിയം ബൈ ഇനീഷ്യൽ വോളിയം. സോ റിവേഴ്സിബിൾ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മൈനസ് 2.303 NRT ലോഗ് v2 by v1. അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായി. നിങ്ങൾ റിവേഴ്സിബിൾ വർക്കിന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം, മൈനസ് പി ഡെൽറ്റ വി ആണ്. സോറി, ഇറിവേഴ്സിബിൾ വർക്കിന്റെ. റിവേഴ്സിബിൾ എന്ന് പറയുന്നത് ഒരുപാട് റിവേഴ്സിബിൾ സ്റ്റെപ്പിന്റെ കോമ്പിനേഷൻ ആണ്. സോറി, പറയുന്നത് മാറിപ്പോകുന്നുണ്ട്, സോറി കേട്ടോ. ഇറിവേഴ്സിബിൾ, ഇത് റിവേഴ്സിബിളാണ്. റിവേഴ്സിബിൾ എന്ന് പറയുന്നത് ഒരുപാട് ഇറിവേഴ്സിബിൾ സ്റ്റെപ്പുകളുടെ കോമ്പിനേഷനാണ്. ഓരോ ഇറിവേഴ്സിബിൾ സ്റ്റെപ്പിലും മൈനസ് പി ഡെൽറ്റ വി ആണ് പ്രഷർ. അപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിന് എന്ത് ചെയ്താൽ മതി? v1 to v2 ലിമിറ്റ് കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ എക്സ്പ്രഷനാണ് W റിവേഴ്സിബിൾ ഈക്വൽ ടു മൈനസ് 2.303 NRT ലോഗ് v2 by v1. ഇനി നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. ഇത് പ്ലസ് ആക്കിയിട്ട് v1 v2 അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ സൗകര്യം, അത് നിങ്ങളുടെ അനുസരിച്ച് ചെയ്യുക. ഇനി പറഞ്ഞേ ഇത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ആണെന്ന് പറഞ്ഞു. ആ സമയത്ത് P1 v1 ഈക്വൽ ടു P2 v2 ആണെന്ന് പറയാം, അക്കോർഡിംഗ് ടു ഏത് ലോ? ബോയിൽസ് ലോ അല്ലെ. ബോയിൽസ് ലോ അനുസരിച്ച് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ P1 v1 ഈക്വൽ ടു P2 v2. ഇതിൽ നിന്ന് v2 by v1 ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോകുമ്പം P1 by P2 എന്ന് എഴുതി കൂടെ. Therefore നമ്മൾ ഇക്വേഷൻ ഒന്നോടെ മോഡിഫൈ ചെയ്യുവാണ്. W റിവേഴ്സിബിൾ ഈക്വൽ ടു മൈനസ് 2.303 NRT ലോഗ് P1 by P2.
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പ്ലസ് ആക്കി എഴുതാം. ഒന്നില്ലെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം. ഇത് വോളിയം ചേഞ്ച് ചെയ്താൽ ഇത് പ്രഷർ ചേഞ്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഇക്വേഷൻസ് ആണ്. അപ്പം റിവേഴ്സിബിൾ വർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇറിവേഴ്സിബിൾ വർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പഠിപ്പിച്ചു. 2 ഇക്വേഷൻസും പഠിപ്പിച്ചു അല്ലേ. -2.303 nRT log V2/V1 then -2.303 nRT log P1/P2. ഇവിടെ V2/V1 ആണെങ്കിൽ ഇവിടെ P1/P2. അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യു ക്യാൻ അപ്ലൈ ബോയിൽസ് ലോ. അപ്പോൾ നമ്മൾ റിവേഴ്സിബിളിനെയും ഇറിവേഴ്സിബിളിനെയും എക്സ്പ്രഷൻ വർക്കിൻ്റെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ 3 ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാൻ പോവാണേ. ഇതിൽ ആദ്യത്തെ ഇക്വേഷൻ എന്നായിരുന്നു W = ഏത് പ്രോസസ്സാണ്, ഇറിവേഴ്സിബിൾ പ്രോസസ് = -P ΔV ആണ്. നമ്മളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് PV = nRT ആണ്. PV = nRT ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ ΔV എന്ന് പറയുന്ന വോളിയം ചേഞ്ച് അല്ലേ. സോ ΔV എന്ന് പറയുന്നത് V2 - V1 ആണ്. അപ്പം ഞാൻ ഇതിനകത്ത് ΔV കണ്ടുപിടിക്കാൻ വേണ്ടി V = nRT/P എന്ന് എഴുതാം. ഇതിൽ നിന്ന് അല്ലെ, V = nRT/P. അങ്ങനെയാണെങ്കിൽ V2 - V1 എങ്ങനെ എഴുതാം, nRT × 1/P2 -1/P1 എന്ന് എഴുതാം. അല്ലെ നോക്കി, nRT/P2 ആണ് V2, nRT/P1 ആണ് V1. അപ്പോൾ nRT കോമൺ ആയിട്ട് എടുത്താൽ 1/P2 - 1/P1. ഇനി V2 - V1 എന്ന ΔV. സോ ΔVക്ക് നിങ്ങൾക്കൊരു എക്സ്പ്രഷൻ കിട്ടി. ആ എക്സ്പ്രഷൻ ഇങ്ങോട്ടുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും, which is equal to -P അല്ലെ, എക്സ്റ്റേണൽ പ്രഷർ -P × 1/P2 - 1/P1 × nRT. ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഇത് എക്സ്റ്റേണൽ പ്രഷറാണ്, ഇത് നിങ്ങളുടെ 1/P2 - 1/P1 എന്ന് വെച്ചാൽ ആദ്യത്തെയും രണ്ടാമത്തെയും കണ്ടീഷനിൽ പ്രഷർ നമ്മൾ ചേഞ്ച് ചെയ്യിപ്പിച്ചാണ്. അതിൽ നമ്മൾ ഇതിങ്ങനെ എടുത്ത് എഴുതാൻ കാരണം എന്നാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് ΔVക്ക് പകരം നിങ്ങൾക്ക് ഇങ്ങനെയും കൂടെ എഴുതാം. അപ്പം ഞാൻ ഈ പഠിപ്പിച്ച ഇക്വേഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുവാണ്. നോക്കിക്കോണം, പറഞ്ഞോണേ. ആദ്യത്തെ പ്രോസസ്സ് പറഞ്ഞേ, W irreversible work = the isothermal compression expansion ഏതെങ്കിലും irreversible work is equal to -P ΔV, which is equal to -P × 1/P2 - 1/P1 × nRT. So this is your first equation. Then second equation, W reversible = -2.303 nRT log V2/V1 or is equal to -2.303 nRT log P1/P2. രണ്ട് ഇക്വേഷൻ, ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെയും റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെയും 2 ഇക്വേഷൻ ആയി. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഈ തിയറി പാർട്ട് നിർത്താം. അപ്പം ഞാൻ റിവേഴ്സിബിളിൻ്റെയും പറഞ്ഞു. ഇനി നമ്മളെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ, ഒരു പരിപാടിയും കൂടെ ഉണ്ട്, ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ്. അതായത് ആ പേര് തന്നെ ഉണ്ട്, ഫ്രീ എക്സ്പാൻഷൻ. അതായത് ഫ്രീ ആയിട്ട് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് പോവുകയോ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്നാ, ഫ്രീ എക്സ്പാൻഷൻ ലീഡ്സ് ടു വാക്യൂം, VACUUM അല്ലെ. ഫ്രീ എക്സ്പാൻഷൻ ലീഡ്സ് ടു വാക്യൂത്തിലെ പ്രഷർ എത്രയാ, 0. അങ്ങനെയാണെങ്കിൽ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ വാക്യൂം, എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ ടു വാക്യൂം മീൻസ് പ്രഷർ = 0. പ്രഷർ 0 ആണെങ്കിൽ W ഇറിവേഴ്സിബിൾ ആണെങ്കിലും എന്തിലേക്ക് മാറി, 0യിലേക്ക് മാറി. അപ്പോൾ ഇതും കൂടെ ഓർത്ത് വയ്ക്കണം. ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് മീൻസ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇറ്റ് സെൽഫ്. കാരണം ആ പേരിൽ തന്നെ ഉണ്ട്, എക്സ്പാൻഷൻ ഇൻ ടു വാക്യൂം. സോ വാക്യൂത്തിലെ പ്രഷർ 0 ആണ്. ആൻഡ് ഈ വാക്യൂത്തിലെ പ്രഷർ 0 ആയതുകൊണ്ട് വെദർ ദി പ്രോസസ് ഈസ് റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ, ദി വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു 0. ആ പോയിന്റും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോവാണ്. സോ മൂന്നാമത്തെ പോയിന്റായിട്ട് നമ്മൾ എഴുതി ചേർക്കുന്നത്, ഫോർ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ ടു vacuum P external pressure = 0. Therefore W irreversible and W reversible becomes 0. അങ്ങനെ ഈ 3 പോയിന്റ് നിങ്ങൾ വർക്കിനെ സംബന്ധിച്ച് ഈ 3 പോയിന്റ് ഓർത്താൽ മതി. ഇറിവേഴ്സിബിൾ പ്രോസസ്സ്, എക്സ്പാൻഷൻ ഇൻ ടു വാക്യൂം. അങ്ങനെ 3 ടൈപ്പ് വർക്കിൻ്റെ അല്ലെങ്കിൽ 2 വർക്കിൻ്റെ എക്സ്പ്രഷനും പഠിച്ചു. മൂന്നാമത് ഇങ്ങനൊരു കാര്യം കണ്ടാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കണം.
ഇനി നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പം ഒരെളുപ്പത്തിന് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണേ. അപ്പം ഞാൻ നിങ്ങൾക്കിത് ഇങ്ങനെ ഒരു പ്രഷർ വോളിയം ഗ്രാഫ് തന്നു. അവിടെ കുറച്ച് വാല്യൂ 2, 4, 6, 8 അപ്പോൾ 0 അല്ല, ഇവിടെ 2, 4, 6, 8. എന്നിട്ട് നിങ്ങളുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതോ ഇങ്ങനെ സംതിങ് ഇതാണ്. അപ്പോൾ ചോദിക്കുക ഇവിടെ നടക്കുന്ന വർക്ക് എന്താണ് എന്ന് ചോദിച്ചു. ഇതിപ്പോൾ ഒരു എന്താ പറയുക ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് വിചാരിച്ചു. ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് ചോദിച്ചു. വർക്ക് എന്ന് പറയുന്നത് ഇത് പ്രഷറും വോളിയം ആണ് അല്ലേ. നമുക്കറിയാം വർക്ക് ഇസ് ഈക്വൽ ടു എന്നാ പ്രഷർ ഇൻറ്റു ഡെൽറ്റ വി മൈനസ് പി ഡെൽറ്റ വി. അപ്പം ഇത് പ്രഷറും ഇത് വോളിയം ആണെങ്കിൽ ഈ കർവിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്ന വർക്ക്. സോ ഏരിയ അണ്ടർ പ്രഷർ വോളിയം ഗ്രാഫ് അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദി കർവ് ഇൻ പ്രഷർ വോളിയം ഗ്രാഫ് ഡയറക്ട്ലി റെപ്രസെൻറ്റ്സ് വർക്ക് ഡൺ. ആ പോയിന്റ് കൊണ്ട് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. സോ 4th പോയിന്റായിട്ട് അതും കൂടെ എഴുതി ചേർക്കുവാണ്. ഏരിയ എൻക്ലോസ്ഡ് അണ്ടർ the curves in PV plot equal to work done അല്ലേ, ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഇത് W ഇറിവേഴ്സിബിൾ ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി, W റിവേഴ്സിബിൾ ഈക്വൽ ടു ദിസ് വൺ അല്ലെ, ഈ 2 ഇക്വേഷൻ. പിന്നെ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് എന്ന് വെച്ചാൽ വാക്യൂത്തിലേക്കാണ്. അപ്പം നിങ്ങളുടെ റിവേഴ്സിബിൾ ആണെങ്കിലും ഇറിവേഴ്സിബിൾ ആണെങ്കിലും അത് 0 വർക്ക് ഡൺ 0 ആയി പോവും. പിന്നെ ഏരിയ എൻക്ലോസ്ഡ് അണ്ടർ ദി കർവ്സ് ഇൻ PV പ്ലോട്ട് ഡയറക്ട്ലി വിൽ ഗിവ് വർക്ക് ഡൺ. അപ്പം ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വർക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടണ്ട. ഈ തന്നിരിക്കുന്ന ഇത് ഡയഗ്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ജോമെട്രിയുടെ ഏരിയ നിങ്ങൾ കണ്ടുപിടിച്ചാൽ ദാറ്റ് ഏരിയ വിൽ ഡയറക്ട്ലി ലീഡ്സ് ടു വർക്ക്. അപ്പോൾ ഇത്രയാണ് വർക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സിലെ പ്രഷർ വോളിയം വർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിവേഴ്സിബിൾ പ്രോസസ്സ്, അഡിയാബാറ്റിക് ഐസോതെർമൽ ഐസോകോറിക് പ്രോസസ്സ്, സൈക്ലിക് പ്രോസസ്സ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 4 പോയിന്റുകൾ മാത്രം ഓർത്താൽ നിങ്ങൾക്ക് എൻട്രൻസിന് വർക്കിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും ഒരുപാട് കിട്ടുന്നുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ തരുന്നുമുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. പിന്നെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പഠിച്ച തിയറിയുടെ പ്രാക്ടിക്കൽ, അതായത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷമേ അത് കാണാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.